എൻ്റെ പൊന്നലയെ ഞാൻ രാവിലെ ചെന്നപ്പോൾ അവിടെ ഞാൻ മാത്രമേ ഉള്ളായിരുന്നു, വേറെ ഒറ്റ മനുഷ്യല്ല. പിന്നെ കുറേ നേരം കഴിഞ്ഞിട്ട് ആ മിസ്സ് വന്നു. അങ്ങനെ നേരെ ഞാൻ പോയിട്ട് ക്ലാസ്സിൻ്റെ അകത്ത് കയറിയപ്പോൾ ക്ലാസ്സിൽ ആരുമില്ല, ഞാൻ ഒറ്റയ്ക്ക് വന്നുള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് കുറേ നേരം കഴിഞ്ഞപ്പോൾ എല്ലാവരും വന്നു. പിന്നെ സാറ് ക്ലാസ് എടുത്തു. പിന്നെ ഇടയ്ക്കുള്ള ബ്രേക്കിൽ ഞങ്ങൾ എല്ലാവരും കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരുന്നു. പിന്നെ അത് കഴിഞ്ഞ് 3:30 ആയപ്പോൾ നേരെ ക്ലാസ് കഴിഞ്ഞു. പിന്നെ ഇങ്ങനെ അവിടുന്ന് നല്ലൊരു നടത്തമുണ്ട് ബോട്ട് കയറാൻ വേണ്ടി. അവിടെ വരെ ഞാൻ നടന്ന് കഷ്ടപ്പെട്ട് അങ്ങനെ എത്തിക്കഴിഞ്ഞ് നേരെ അവിടെ ടിക്കറ്റ് എടുക്കാൻ നിൽക്കുന്നിടത്ത് ഒടുക്കത്തെ തെള്ളെന്ന് വെച്ചാൽ ഭയങ്കര തെള്ള്. പിന്നെ അത് കഴിഞ്ഞ് ബോട്ട് കയറാൻ വേണ്ടി അങ്ങ് അറ്റത്ത് തെള്ള്. പിന്നെ അതിൻ്റെ അകത്ത് കയറിയപ്പോൾ ഇരിക്കാൻ തന്നെ സ്ഥലം കിട്ടിയത് എന്തോ ഒരു ഭാഗ്യത്തിനാണ്. പിന്നെ ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കിയിരുന്നു. പിന്നെ ഇങ്ങനെ എൻ്റെ അടുത്തിരിക്കുന്നവരൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ കേട്ടോണ്ടിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഒരു വിധത്തിൽ എളുപ്പം റൂമിൽ എത്തിയാൽ മതി എന്ന് വെച്ച് വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. പിന്നെ ബോട്ടിൻ്റെ അകത്ത് ഒരു കൊച്ചു കുട്ടി എൻ്റെ മുന്നിൽ നല്ലൊരു സുന്ദരി കുട്ടി ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ അതിനെയൊക്കെ ഇങ്ങനെ നോക്കി കണ്ണുരുട്ടിയൊക്കെ കാണിച്ച് അത് കഴിഞ്ഞിട്ട് നേരെ അവിടുന്ന് ബോട്ട് ഇറങ്ങി പിന്നെ ഹോസ്റ്റലിലോട്ട് നടത്തുമായിരുന്നു. ഇങ്ങനെ നടന്ന് ഒരു വിധത്തിൽ ഞാൻ കഷ്ടിച്ച് റൂമിലെത്തി. സത്യം പറഞ്ഞാൽ എനിക്ക് പോയതിൻ്റെ ഇറിറ്റേഷൻ അത്രയും നേരം അവിടെ ഇരുന്നതും റൂമിൽ എത്തിയപ്പോഴത്തേനും മോൻ ഫുള്ള് ടാൻ അടിച്ചില്ലാണ്ടായിപ്പോയി. പിന്നെ ഇങ്ങനെ എങ്ങനെയെങ്കിലും ഒന്ന് ചായ കുടിക്കണം എന്നുള്ള ഉദ്ദേശം മാത്രമേ ഉള്ളായിരുന്നു. റൂമിൽ എല്ലാവരുമായിട്ട് ഇങ്ങനെ വർത്താനം പറഞ്ഞു. പിന്നെ എല്ലാവരും കൂടെ പോയി ചായ എടുത്തിട്ട് വന്ന് നേരെ റൂമിൽ തിരിച്ച് കയറി വന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. ഓക്കെ, ബായ്. ബാക്കി നാളെ.